കായിക പ്രേമികളെയാകെ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു ഓവലിലെ അവസാന ടെസ്റ്റ് മത്സരം. തോൽക്കുമെന്ന് പറഞ്ഞിടത്തുനിന്ന് വിജയിച്ചു കയറിയ കാഴ്ച. 5-ാം ദിനം പ്രസീദ് കൃഷ്ണയെ തുടർച്ചയായ 2 ബൗണ്ടറികൾ അടിച്ചാണ് ഇംഗ്ലണ്ട് തുടങ്ങിയത്. എന്നാൽ അടുത്ത ഓവറിൽ ജാമി സ്മിത്തിനെ സിറാജ് പുറത്താക്കുന്നു. പിന്നാലെ ജാമി ഓവർട്ടണിനെയും പുറത്താക്കി സിറാജ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. പിന്നീട് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ച ജോഷ് ടെങ്ങിനെ പ്രസീദ് കൃഷ്ണ വീഴ്ത്തിയതോടെ കളിയുടെ ഗതിപാടെ മാറി. അവസാന വിക്കറ്റിൽ ബാറ്റ് ചെയ്യാനായി പരിക്കേറ്റ ക്രിസ് വോക്സ് മൈതാനത്തേക്ക് ഇറങ്ങി. കായിക പ്രേമികളുടെ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. വിജയത്തിനൊപ്പം ഇന്ത്യ റെക്കോർഡുകൾ തിരുത്തിയെഴുതുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ നേടിയത് 3809 റൺസാണ്. പരമ്പരയിൽ ഒരു ടീം മൊത്തം നേടിയ റൺസിൽ രണ്ടാമത്. 1989 ആഷസ് പരമ്പരയിൽ ഓസ്ട്രേലിയ 3877 റൺസ് നേടിയതാണ് റെക്കോർഡ്. 6 മത്സരങ്ങളായിരുന്നു ആഷസിലുണ്ടായിരുന്നത്. ടെസ്റ്റ് പരമ്പരയിൽ 3 ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ 500 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 754 റൺസ്, KL രാഹുൽ 532 റൺസ്, രവീന്ദ്ര ജഡേജ 516 റൺസ് എന്നിങ്ങനെയാണ് നേട്ടങ്ങൾ കൈവരിച്ചത്. ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം ഇന്ത്യ എത്തി. 12 തവണയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സെഞ്ചുറി നേടിയത്. 190 റൺസിന് 9 വിക്കറ്റ് എടുത്ത സിറാജാണ് കളിയിലെ താരം. പരമ്പരയിലെ താരങ്ങളാകട്ടെ ഹാരി ബ്രൂക്കും ശുഭ്മാൻ ഗില്ലും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.